എടാ സ്റ്റാർബക്സിന്റെ പ്രൈസ് ഓർക്കാൻ ടാറ്റ പ്ലാനറ്റ് അല്ലോ. ഇപ്പൊ സാധാരണക്കാർക്ക് സ്റ്റാർബക്സ് കുടിക്കാലോ, മറ്റേത് 300-350 ഉറുപ്പ്യ കൊടുക്കേണ്ട ഒരു കോഫിക്ക്. ശരിയാണ്, പക്ഷേ അത്രയും ഡിസ്കൗണ്ട് പ്രൈസിന് വലിയൊരു സാധനം തരുമ്പോൾ അതിന് ഒറിജിനൽ സ്റ്റാർബക്സിന്റെ ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളത് സംശയമാണ്. ഏതായാലും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഒറിജിനലിന് വേ ചെയ്തൂടെ? ഒറിജിനൽ എന്ത്, ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ട്രാപ്പ് അല്ലേ? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബ്രാൻഡ് ഹൈപ്പ് വെച്ചിട്ട് സാധാരണക്കാരെ പറ്റിക്കാണ്. പക്ക ഓവർ റേറ്റഡ്. അങ്ങനെയല്ല, ഈ ലോകത്തിന്റെ തന്നെ പല ഭാഗത്തുള്ള 100% ക്വാളിറ്റി ഉള്ള അറബിക്ക കോഫി ബീൻസ് ആണ് കമ്പനി ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു സിസ്റ്റത്തിനെ പറയുന്നത് കോഫി ബെൽറ്റ് എന്നാണ്. മാത്രമല്ല ഇതിന്റെ റോസ്റ്റിംഗ്, അതുപോലെ ബ്ലെൻഡിങ്, പിന്നെ ഇതിന്റെ മെഷീൻസ്, ബാരിസ്റ്റാസ്, ഫ്ലേവറിന്റെ നോട്ട്, അതുപോലെ അസിഡിറ്റി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഈ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പ്രീമിയം പ്രൈസ്. പക്ഷെ ഇന്ത്യയിൽ ശരിക്കും ഇത്രയൊരു പ്രീമിയം പ്രൈസ് ഒക്കെ വെച്ചിട്ട് സക്സസ് ആയി പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കില്ല ഇപ്പൊ ടാറ്റ റീതിങ്ക് ചെയ്തിട്ടുണ്ടാവുക. മേ ബി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവർ ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം 13 വർഷമായി, പക്ഷെ ഇപ്പോഴും ഇവർ ലാഭത്തിലായിട്ടില്ല. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയൊരു ഷോറൂം, അതിൽ കൊടുക്കുന്ന പ്രീമിയം എക്സ്പീരിയൻസ്, ഒരു ദിവസം തന്നെ ഏകദേശം 700 കപ്പ് കോഫി, ഇതൊക്കെ അവരുടെ ഒരു ഗ്ലോബൽ ബിസിനസ് മോഡലാണ്. അത് പക്ഷേ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അടുത്ത് എനിക്ക് തോന്നുന്നില്ല ചിലവാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം അവരുടെ എംപ്ലോയീസിനെ കുറച്ച് കോഫിയും സ്നാക്സും ഒക്കെ വില കുറച്ച് കൊടുക്കാൻ തീരുമാനമെടുത്തത്. പിന്നെ പണ്ട് ആളുകൾ ബ്രാൻഡ് നെയിമിന് കൊടുത്ത വാല്യൂ ഒക്കെ ഇപ്പൊ കുറഞ്ഞില്ലേ? മിഡ് റേഞ്ചിലൊക്കെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടുന്ന ബ്രാൻഡിലേക്ക് ആൾക്കാർ മാറി ചിന്തിക്കുന്നുണ്ട്.